CWCയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സൂക്ഷിക്കുന്നത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ SP മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് 57 KP ആക്ട് പ്രകാരം കേരളത്തിൽ മിസ്സിംഗ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ഒരു കുട്ടി കാണാതെ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ മുതൽ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അടക്കം കുട്ടിയുടെ പുതിയ BNSS പ്രകാരം 183 പ്രകാരം CR മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കുട്ടിയെ കാണാതെ കുട്ടി നാട്ടിലേക്ക് തിരിച്ചു പോകാനിടയായ സംഭവങ്ങളടക്കം അന്വേഷിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും സീനിയർ ഓഫീസറിൻ്റെ നേതൃത്വത്തിലുണ്ടാവും. DCP LNO വിജയഭാരത് റെഡ്ഡി IPS ഈ 2 ദിവസമായി കഴക്കൂട്ടത്ത് തന്നെ വന്ന് ക്യാമ്പ് ചെയ്താണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഏകദേശം 60ഓളം ടീമുകളായി 60ഓളം പേരടങ്ങുന്ന SIമാരുടെ നേതൃത്വത്തിലുള്ള വിവിധ ടീമുകളുടെ അംഗബലം കമ്മീഷണർ അദ്ദേഹം സ്പർജകുമാർ IPS തരികയും ഇന്നും നിങ്ങൾ കണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ മതിയായ ഏത് കാര്യത്തിനും മതിയായ അംഗബലവും ബാക്കിയുള്ള സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ ഈ കുട്ടിയെ കണ്ടുകിട്ടുന്നതിനായി സഹകരിച്ച മീഡിയ പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യും മറ്റുള്ള ചെയ്ത ആൾക്കാരോടും പൊതുവേ CWCയുടെ ഭാഗത്തുനിന്നുള്ള സഹകരണത്തിനും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെയധികം ബുദ്ധിമുട്ടുകളില്ലാതെ അവിടെ CWC കുട്ടികളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ച കേരള CWC മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു കുട്ടിയെ കാണാതായി പോകുന്ന ഒരു കുട്ടിയെ മാതാപിതാക്കളല്ലാതെ നമുക്കറിയാം കറക്റ്റ് പേരൻ്റ് അല്ലാതെ സംശയം തോന്നുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുന്ന കുട്ടികളുടെ വിവരം അപ്പോൾ തന്നെ 112 എന്നുള്ള നമ്പറിൽ അറിയിക്കുക. ഈ കുട്ടിയെ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ട്രെയിനിൽ വെച്ച് ഫോട്ടോ എടുത്ത കുട്ടി ചെയ്ത നല്ല കാര്യം തന്നെയാണ്. പക്ഷേ A പാർട്ടിനോടൊപ്പം B പാർട്ടും കൂടെ ചെയ്യണമായിരുന്നു. അത് അപ്പോൾ തന്നെ RPFനോടോ റെയിൽവേ പോലീസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന 112 നമ്പറിലോ ഏതെങ്കിലും അറിയിച്ചിരുന്നുവെങ്കിൽ കുട്ടി ഇത്രത്തോളം ശ്രമകരമായി അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്രയും ഞങ്ങൾക്കുള്ള ശ്രമകരം ഞങ്ങളുടെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടി കടന്നുപോയ അവസരങ്ങളിൽ തന്നെ കുട്ടി നിരവധി വെല്ലുവിളികളും അപകടങ്ങളും കടന്നാണ് പോയത്. പക്ഷേ വളരെയധികം മെച്യൂരിറ്റിയുള്ള അതായത് ആദ്യം മാതാപിതാക്കൾ പറഞ്ഞ കുട്ടിക്ക് പുറത്തു പോലും ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കുട്ടി വളരെയധികം നല്ല ഒരു കാര്യപ്രാപ്തിയുള്ള സ്ഥിരം സഞ്ചരിക്കുന്ന ഒരാളിനെ പോലെ ഈ റൂട്ട് തെറ്റാതെ അപകടമില്ലാതെ പ്രത്യേകിച്ചും 50 രൂപയുമായി ഇറങ്ങിയ കുട്ടിയാണ്. അപ്പോൾ കുട്ടിയുടെ കുട്ടിയുടെ വളർച്ച മാനസികമായ വളർച്ച അല്ലെങ്കിൽ അത്രത്തോളം പരിചയമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ നമ്മുടെ കൂട്ടി പോകുന്ന സ്കൂളിലും പരിസരത്തുമൊക്കെ മറ്റുമൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനിടയായത്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു കരുതലും കൂടിയാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മുടെ സാഹചര്യങ്ങളിൽ വെച്ച് കുട്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവരുമെന്നുള്ള നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണമാണ്. ഈ അന്വേഷണവുമായി സഹകരിച്ച അല്ലെങ്കിൽ ഈ പോലീസിനെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് സഹായിച്ച എല്ലാവർക്കും ഈ മീഡിയ അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് തന്ന ഇതുവരെയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത കുട്ടിയെ ഏകദേശം 36-37 മണിക്കൂർ കിട്ടിയപ്പോഴത്തേക്കും വളരെയധികം ദൂരെ നിന്നായിരുന്നാലും കുട്ടിയെ യാതൊരു അപകടവുമില്ലാതെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ചെയർപേഴ്സൺ ഇപ്പോൾ സംസാരിച്ചു. കുട്ടി കേരള സാഹചര്യങ്ങളോട് വളരെയധികം ചോദിച്ചപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കുന്നതിനാണ് താല്പര്യമെന്ന് പറഞ്ഞു. നാളെ CWCയുടെ സ്പെഷ്യൽ സിറ്റിംഗ് ഉണ്ടാവും. അതിൽ കുട്ടിയെയും കേട്ട് അമ്മയെയും കേട്ട് കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങും ബാക്കിയുള്ള മെഡിക്കൽ കെയറും ബാക്കിയുള്ള സംരക്ഷണവും കൊടുക്കാമെന്ന് CWC പറഞ്ഞിട്ടുണ്ട്. തലസ്ഥാനത്ത് നിന്ന് കാണാതായ ബാലികയെ വിശാഖപട്ടണത്ത് നിന്ന് തിരികെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. ട്രെയിനിൽ കേരള പോലീസിന്റെ പ്രത്യേക സംഘവുമായാണ് കുട്ടിയെ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. കുട്ടിയെ ഇന്ന് CWCയുടെ സംരക്ഷണ കേന്ദ്രത്തിലാക്കും മാറ്റുക. ഇതിനുശേഷം നാളെ നടക്കുന്ന പ്രത്യേക യോഗത്തിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. മാതാപിതാക്കൾക്കൊപ്പം വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നാളെയാകും തീരുമാനമുണ്ടാവുക. നിലവിൽ കുട്ടിയെ CWCയുടെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ SP ആണ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കുട്ടിയെ തീരുമാനമനുസരിച്ച് മാത്രമേ ഇനിയുള്ള നടപടികൾ തീരുമാനിക്കാനാകൂ എന്നും കുട്ടി ഇത്രത്തോളം ദിവസം ഇത്തരത്തിൽ കടന്നുപോയ ദിനങ്ങളൊക്കെ തന്നെയും വളരെയധികം സാഹസികത നിറഞ്ഞതാണെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ടിൻഡു ദാസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ടിൻഡു, ഇപ്പോൾ എന്തു തന്നെയായാലും കുട്ടിയെ ഇന്ന് CWCയുടെ സംരക്ഷണ കേന്ദ്രത്തിലാകും മാറ്റുക. ഇനി അറിയേണ്ടത് നാളത്തെ മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാകുമെന്ന് സംബന്ധിച്ചാണ്. ഇതിനെ പ്രത്യേക ഒരു സിറ്റിംഗ് നാളെ ചേരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ഒരു പക്ഷേ കൃത്യമായി പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ഒരു വലിയൊരു സംഘം അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു യോഗം തന്നെയാകില്ലേ നാളെ ഉണ്ടാവുക?
വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് തന്നെ CWCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടി നിലവിൽ ഇപ്പോൾ പറയുന്നത് മാതാപിതാക്കളോടൊപ്പം, അതായത് കേരളത്തിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹമെന്നാണ് കുട്ടി പറഞ്ഞതെന്നാണ് ഇപ്പോൾ ACP നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ CWC ചെയർപേഴ്സൺ വളരെ അനുകൂലമായിട്ട് മാധ്യമങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. കുട്ടിയെ കാണാതായ നിമിഷം മുതൽ 37 മണിക്കൂർ മാധ്യമങ്ങളുടെ ഇടപെടലാണ് കുട്ടിയെ ഇത്തരത്തിൽ ഒരുപക്ഷെ ദൂരെ നിന്നാണെങ്കിൽ പോലും കണ്ടെത്താൻ സാധിച്ചത്. അതിൽ മലയാളി സമാജത്തിന്റെ ഇടപെടൽ, ഒരുപക്ഷെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മലയാളി സമാജം ഇത്തരത്തിലൊരു ഇടപെടലുണ്ടാകുകയും കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താനും സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുട്ടി ഇത്രയും കാലമായിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്കും പോയിട്ടില്ല എന്ന അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കഴക്കൂട്ടവും അതുപോലെ കഴക്കൂട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ആദ്യം അന്വേഷണം നടത്തിയത്. പക്ഷേ കുട്ടിയുടെ മനോനില, കുട്ടിയുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് അത് എടുത്ത് പറയേണ്ടതാണെന്നാണ് CWC അതോടൊപ്പം തന്നെ ACPയുടെയും ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായത്. ഒരുപാട് കടമ്പകളിലൂടെയാണ് കുട്ടി കടന്നുപോയത്. അവിടെയൊക്കെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കുട്ടി വന്നിരിക്കുകയാണ്. 37 മണിക്കൂർ അറിയാത്ത സ്ഥലങ്ങളിലൂടെ അതായത് മൂന്ന് സംസ്ഥാനങ്ങൾ താണ്ടി കുട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള എല്ലാ പ്രതിസന്ധികളും എല്ലാ കടമ്പകളും കടന്നുകൊണ്ട് അവളൊരു പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷവതിയാണ് കുട്ടി. പുതിയൊരു ജീവിതത്തിൽ, അതായത് ഇവിടെ കേരളത്തിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്നാണ് കുട്ടി നിലവിൽ അറിയിച്ചതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ACP പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ നാളെ അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തും. അമ്മയെയും മകളെയും കുട്ടിയെയും വേറെ ഇരുത്തി സംസാരിച്ചതിന് ശേഷം കുട്ടിയുടെ തീരുമാനം, കുട്ടിക്ക് എന്താണോ ഉചിതമായി തോന്നുന്നത്, കുട്ടിയുടെ മാനസിക സംതൃപ്തിയോട് അനുസരിച്ചുള്ള തീരുമാനമായിരിക്കും CWCയും അതോടൊപ്പം തന്നെ പോലീസും എടുക്കുക. നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെയും തീരുമാനവും എന്ന് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മാധ്യമപ്രവർത്തകരായാലും ഈ പോലീസായാലും അതോടൊപ്പം തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അസാം സ്വദേശിയായിട്ടുള്ള 13-കാരിയെ കണ്ടെത്താനായിട്ട് അക്ഷീണം പ്രയത്നിച്ചിരുന്നു. അപ്പോൾ അതിനൊരു ശുഭപ്രതീക്ഷയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട്, നാളെ ഇനിയിപ്പോൾ നിയമപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നായി ഹാജരാക്കണം. അതിനുശേഷം കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ, യാത്രകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, ഈ നിലവിൽ എന്താണ് പ്രശ്നം, മുന്നേ ഈ വീടിൽ നിന്ന് വിട്ടുപോകാൻ എന്തായിരുന്നു പ്രശ്നം, എന്ത് മാനസികാവസ്ഥ അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തോട് കൂടിയാണ് ഇത്തരത്തിൽ വീടിൽ നിന്ന് വിട്ടുപോകാനൊരു സാഹചര്യം ഉണ്ടായത്, അതൊക്കെ അല്ലെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഉചിതമായ തീരുമാനമെടുക്കൂ. അപ്പോൾ ഇന്ന് മുഴുവൻ എന്തായാലും തൈക്കാടുള്ള CWCയുടെ വസതിയിൽ അല്ലെങ്കിൽ CWCയുടെ പ്രധാന മന്ദിരത്തിലായിരിക്കും. അവിടെ നിന്ന് നാളെ മജിസ്ട്രേറ്റിനെ മുന്നിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് കുട്ടിക്ക് മെഡിക്കൽ ചെക്കപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിന്നും കുട്ടിക്ക് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന ആളെ, അതിനുശേഷം കുട്ടിയെ ഈ പൂജപ്പുരയിലുള്ള സ്പെഷ്യൽ കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അവൾക്ക് ഉപദേശങ്ങൾ നൽകുകയും കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്യും. മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും ഉതകുന്നതായിരിക്കും. ഇപ്പോൾ ഈ കേരളത്തിൽ വന്ന് ഇറങ്ങിയ ഉടനെ അവളെ സ്വീകരിച്ചത് ഒരു വലിയ കൂട്ടം മാധ്യമ ശൃംഖലയാണ്. അപ്പോൾ എല്ലാവരെയും കൂടിയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് കൂടെ വന്നവരുടെ പിന്നിലേക്ക് ഒളിഞ്ഞു മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 13 വയസ്സുകാരി ഇവിടെ നാട് വിട്ടു പോയതിനു ശേഷം ഈ വീട്ടിലും അതോടൊപ്പം തന്നെ അവളുമായി ബന്ധപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇനിയൊരു പുതിയൊരു പഠനം അല്ലെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അതിശയോക്തിയോടെ നോക്കിക്കാണാതെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. സംഭവിച്ച കാര്യങ്ങളുടെ സീരിയസ്നെസ്, അതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതൊക്കെ ഉണ്ട്. ഇനി ഇത്തരത്തിലുള്ള ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി മുന്നോട്ട് കിടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 13 വയസ്സുകാരുടെ മാനസിക നില തന്നെയാണ്. അത് സന്തോഷത്തോടെ ഇരുത്തുക, കൂടുതൽ സമയം സന്തോഷത്തോടു കൂടി തന്നെ മറ്റു ചിന്തകളിലേക്കൊന്നും പോകാതെ ഇരുത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെ തൃപ്തികരമാണ് കാര്യങ്ങളെല്ലാം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13 വയസ്സുകാരെ തിരുവനന്തപുരത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. നാളെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കും, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. തുടർന്ന് അമ്മയുമായി സംസാരിക്കും. കുട്ടിക്ക് എവിടെയാണ് ഇഷ്ടം, എവിടെയാണ് നിന്ന് പഠിക്കാൻ ഇഷ്ടം, അവിടേക്ക് മാറ്റുമെന്നാണ് നിലവിൽ മാധ്യമങ്ങളോട് ACP അതോടൊപ്പം തന്നെ CWC ചെയർമാനും പ്രതികരിച്ചിട്ടുള്ളത്. വിഷ്ണു.